Good morning. Morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Prayer ആരാണ്? ഇന്ന് പ്രയറിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്യാം, മാം. ഓക്കെ. God, thank you for such a beautiful morning. Thank you for the gift of life as well as your mercy and goodness as I begin my day. I pray that you will guide me and make my steps fruitful. Thank you for hearing my prayer. Thank you, God. Thank you. ഇന്ന് തോട്ട് ഓഫ് ദി ഡേ അല്ല സൈൻ ആരാ പറയണേ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ സൈൻ? Thought of the day ചെയ്യാം, മാം. ഓക്കെ. Good morning, everyone. Good morning, ma'am. Today, I am sharing with a little quote of Dr. APJ Abdul Kalam, sir. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. So, everyone live with confidence and working hard. Definitely, one day you will achieve your goals. Thank you, ma'am. Thank you all. This is Gina signing in. താങ്ക് യു. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ നമുക്ക്? സേവ് എൻവിറോൺമെന്റിന്റെ എന്താണ്? സേവ് എൻവിറോൺമെന്റ് പൊല്യൂഷനെ പറ്റി എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ അല്ലേ പറഞ്ഞത്? ആണോ? എഴുതിയോ? ചെയ്തിട്ടുണ്ട് മാം. എല്ലാവരും റെഡിയാക്കി വെക്കട്ടെ. അടുത്ത് നമുക്ക് അതൊന്ന് ഓരോരുത്തരായിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. ചാറ്റ് ആണെങ്കിൽ അതൊന്ന് പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കാണുന്ന രീതിയിലൊക്കെ ഒന്ന് എങ്ങനെയാന്ന് ക്യാമറ തിരിച്ചോ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ട് തരാം. ഒന്ന് പേര് മെസ്സേജ് അയക്കോ ചെയ്തവര്? എനിക്ക് അവരെ മാത്രം വിളിച്ചാൽ മതിയല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ പുറത്താണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. 3 ആഴ്ച ചെയ്ത് വെച്ചിട്ട്. ശരിയടാ. റെനീഷ, ഫസ്റ്റ് ചെയ്തു. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ചാർട്ടില്. മാം കാണുന്നുണ്ടോ? ഇങ്ങനെ ചാർട്ടില് പിക്ചർ വരച്ചിട്ട് സേവ് എൻവിറോൺമെന്റ്. ഓക്കെ മാം കാണുന്നുണ്ടോ? സേവ് എൻവിറോൺമെന്റ്, സേവ് എർത്ത് and save trees. Earth is the only planet to have life. Save the earth. Stop pollution, air pollution, water pollution, and plastic pollution. One more, noise pollution. This one. നോയിസ് പൊല്യൂഷൻ ആടാ. Noise pollution. നോയിസ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ഇല്ലേ,
അതിനാണ് നോയിസ് പൊല്യൂഷൻ. Noise pollution, yes. ഓക്കെ, നല്ലതാണ് കേട്ടോ. Air should be fresh. Air should be fresh, not fried. The air we share deserves care. Pollution, the silent killer, be a part of the solution, not the pollution. Ma'am, ഇത്രയാണ് ഞാൻ ചെയ്തത്. നന്നായിട്ടുണ്ട് കേട്ടോ. Okay, thank you, ma'am. ഓക്കെ, അടുത്ത രഞ്ജീന. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടാ. ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കിയോ. ഓക്കെ മാം. കാണാൻ പറ്റുന്നുണ്ടോ മാം? കുറച്ച് ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം കേട്ടോ. ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോടാ? ഒരു മിനിറ്റ് മാം. ഇപ്പൊ കാണുന്നുണ്ടോ മാം? ക്ലിയർ ആവില്ല. എനിക്ക് മാത്രം തോന്നുന്നതാണ് ക്ലിയർ ആവാത്തത്. പ്രസന്റ് ചെയ്തോ? ഓക്കെ മാം. ഇതില് എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രകൃതിക്ക് ദോഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ദോഷകരമായിട്ട് പ്രകൃതിയെ ബാധിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് ഇന്ന് നമ്മുടെ സമൂഹം തന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്. അത് വെള്ളത്തിനെയും മണ്ണിനെയും വായുവിനെയും എല്ലാത്തിനെയും മലിനമാക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് മുഴുവനായിട്ട് തുടച്ചു മാറ്റാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് അങ്ങനെ ഒരു ജീവിതശൈലിയിലോട്ട് നമ്മൾ ആരും എത്തില്ല. എങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ബാധിക്കുന്നത് വാട്ടറിനെയും നമ്മുടെ സോയിലിനെയൊക്കെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം പഴയ തലമുറ നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് മണ്ണും വെള്ളം ഒക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അതേ ഇതിലല്ല നമ്മുടെ മക്കൾക്ക് അതിനേക്കാളും ശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നന്മകളോടുകൂടിയുള്ള ഒരു ഭൂമി ആയിരിക്കണം ഇനിയുള്ള കാലത്തെങ്കിലും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കേണ്ടത്. അപ്പോൾ അതിനെ കൂടുതൽ മലിനമാക്കാതെ എത്രത്തോളം നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഭൂമിയെയും മണ്ണിനെയും വെള്ളത്തിനെയും ഒക്കെ നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതും ശീലിക്കേണ്ടതും. പഴയ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു ജീവിതശൈലി തുടരാനോ അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാനോ പറ്റില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള ജീവിതശൈലിയിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഭൂമി, നല്ലൊരു മണ്ണ്, നല്ലൊരു വെള്ളം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കരുതി വെക്കാം. The earth does not belong to us. We belong to the earth. Stop pollution. Thank you, ma'am. Thank you, everyone. നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. റെജീന. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. Stop pollution.
save air, stop pollution. Air pollution, water pollution, noise pollution, plastic pollution. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറിയിൽ നിന്നുള്ള പിന്നെ എയറുകളും അല്ലാതെ ഒരുപാട് തരത്തിലുള്ള വായു മലിനീകരണങ്ങൾ, വാഹനത്തിൽ നിന്നുള്ള പുകയും ഒരുപാട് മലിനീകരണങ്ങൾ നമുക്കിന്ന് പ്രകൃതിയിലോട്ടുണ്ടാവുന്നു. അത് കണക്ക് തന്നെ വാട്ടർ പൊല്യൂഷൻ, പിന്നെ വെള്ളത്തിലാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഒരുപാട് വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കുകയും ഹോസ്പിറ്റലുകളിൽ നിന്നും അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഒരുപാട് ഇപ്പോൾ വാട്ടറിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ശബ്ദ മലിനീകരണം അത് കണക്ക് തന്നെ ഒരുപാട് നമ്മൾ മറ്റേ സ്പീക്കറുകളും അങ്ങനെയുള്ള ഒരുപാട് ഉള്ള മലിനീകരണങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. ഏറ്റവും മെയിനായിട്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ ഒഴിച്ചുകൂടാനാത്തൊരു കാര്യമായിട്ട് വന്നേക്കുകയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് നമ്മൾ പരമാവധി നിയന്ത്രിക്കുക. അങ്ങനെ ഭൂമിയെ സേവ് ചെയ്യുക. സ്റ്റോപ്പ് പൊല്യൂഷൻ, സേവ് എർത്ത്. താങ്ക് യു മാം. പറഞ്ഞ കുഞ്ഞുച്ചും മിണ്ടാണ്ടിരുന്നപ്പോൾ ടീച്ചർ സൂപ്പറായിട്ട് പറഞ്ഞേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിണ്ടാടിച്ചാൽ മതി കേട്ടോ സുഞ്ചിപ്പാപ്പടുത്ത്. അതൊക്കെ ഇതൊക്കെ ടീച്ചർ ജീന മ്യൂട്ട് ആക്കോടാ. അടുത്താരാണ്? സോഫിയ. പ്രസന്റ് ചെയ്തോട്ടാ. ഓക്കെ, കാണാം ഏകദേശം. ഡോണ്ട് കട്ട് ട്രീസ്, പിന്നെ ഗോ ഗ്രീന്, സ്റ്റോപ്പ് പൊല്യൂഷൻ, സേവ് വാട്ടർ. ഓക്കെ മാം. ഓക്കെ മാം. നെക്സ്റ്റ് ആരാണ്? ബിബിത. കാണാൻ പറ്റുണ്ടോ മാം? കാണാടാ. ഞാൻ പ്രസന്റ് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതുള്ളൂ. സ്റ്റോപ്പ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മള് ട്രാൻസ്പോർട്ടിൽ നിന്ന് വരുന്ന എയേഴ്സ്, ഇതൊക്കെ നമ്മുടെ എർത്തിനെ മലിനമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടികളിൽ നിന്ന് വരുന്ന എയേഴ്സ് ഒക്കെ മൊത്തത്തില് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് എയർ പൊല്യൂഷനിൽ വരുന്നത്. പിന്നെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നമ്മൾ പുഴയിലായാലും നദിയിലായാലും വേസ്റ്റ് ഒക്കെ ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെ വരാറുണ്ട്. അത് മൊത്തത്തില് വാട്ടറിനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിവതും ഒഴിവാക്കുക. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരമാവധി എല്ലാ വീടുകളിലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും നമുക്കത് പറ്റുന്നില്ല. എന്നാലും അത് കഴിവതും കത്തിക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കിന്റെ കവറായാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എയർ പൊല്യൂഷനും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാവാനും ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വഴി ഉണ്ടാവുന്നുണ്ട്. പിന്നെ അടുത്തത് സൗണ്ട് പൊല്യൂഷൻ. ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും നമ്മൾ പ്രോഗ്രാംസിനും ഒക്കെ പോകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ കഴിവതും അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ബാക്കി ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ബാക്കി എല്ലാവരും ക്രിസ്മസിലൊക്കെ മുങ്ങിപ്പോയാ? മാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഷഹാന പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പ്രസന്റ് ചെയ്തോ കേട്ടോ. ചാർട്ട് കാണുന്നുണ്ടോ? കാണാം ഏകദേശം.
ഓക്കെ. അത് ക്യാമറ തിരിച്ച് ടേബിളിൽ അത് ഓക്കെ അങ്ങനെ. ഫസ്റ്റ് നോയിസ് പൊല്യൂഷൻ, പിന്നെ വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൗണ്ടിലൊക്കെ വെച്ചിട്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിട്ട് പൊല്യൂഷൻ സംഭവിക്കുന്നതാണ്. പിന്നെ വാട്ടർ പൊല്യൂഷൻ ഫാക്ടറികളിൽ നിന്നും പിന്നെ പിന്നെ വേസ്റ്റ് ഒക്കെ കൊടുന്നിട്ടിട്ട് പുഴയൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ സോയിൽ പൊല്യൂഷൻ നമ്മൾ പറയുന്ന പോലെ വേസ്റ്റും ഒക്കെ പ്ലാസ്റ്റിക് കവറുകൾ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ചെടികൾക്കും മരങ്ങൾക്കും അതുപോലെ അവിടെയുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ ദോഷം സംഭവിക്കുന്നുണ്ട്. പിന്നെ സോയിൽ പൊല്യൂഷനിൽ വരുന്നത് എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അങ്ങനെ വാഹനങ്ങൾ കൂടുതലായിട്ട് ഓടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മലിനീകരണം ആണ് എയർ പൊല്യൂഷനിൽ. പിന്നെ പ്രിവെന്റ് പൊല്യൂഷൻ, സേവ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പൊല്യൂഷനെ തടയേണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരില്ല? ഇല്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ് ആണ്. സോ നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പോസ്റ്റർ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, നമുക്കിന്നൊരു കാര്യം ചെയ്താലോ. നിങ്ങൾ ഓരോരുത്തര് ഇത് വായിക്കാം. ഞാനതിന്റെ എന്നിട്ട് നിങ്ങൾ അതിലെ മലയാളം മീനിങ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമുക്കൊന്ന് വായിച്ച്, സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. കാരണം റിന്യൂവൽ റിസോഴ്സും നോൺ റിന്യൂവൽ റിസോഴ്സും അതേപോലെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു പോർഷൻ വായിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് പോകുമ്പോ ആ ഒരു ടെൻഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കിയാലോ അങ്ങനെ? ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് ആരാ വായിക്കണേ? ഫസ്റ്റ് ആരാ വായിക്കണേ? ആരില്ല. കൃഷ്ണ. ഓക്കെ, വായിച്ചു. A resource has been defined as any means of attaining gives ends or a source of supply or support generally held in reserve. Natural resources included the total natural environment that is the entire surface layer of earth. So the natural... ഓക്കേടാ, ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? റിസോഴ്സിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്തുമാകട്ടെ, നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മീൻസിനെയാണ്, മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയുന്നത്. റിസോഴ്സസ് അല്ല, എ സോഴ്സ് ഓഫ് സപ്ലൈ ആയിരിക്കും. ചിലപ്പോൾ അത് സപ്ലൈ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമായിരിക്കും എന്ത് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ റിസോഴ്സുകളെല്ലാം നമ്മുടെ എൻവയോൺമെന്റിലുള്ള ടോട്ടൽ നാച്ചുറൽ റിസോഴ്സ് മൊത്തം നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നമ്മുടെ എർത്തിൽ ചുറ്റുമുള്ള എല്ലാ റിസോഴ്സും, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാനും എന്താണ് നമുക്ക് റിസോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയാൻ പറ്റും. എന്താണ് നാച്ചുറൽ റിസോഴ്സ്? നാച്ചുറൽ റിസോഴ്സ് ആർ ദ റിസോഴ്സ് ദാറ്റ് ഡ്രോൺ ഫ്രം നേച്ചർ. അത് പ്രകൃതിയിൽ നിന്നുള്ളതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മാൻമെയ്ഡ് എന്നോ പ്രകൃതിയാൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെയുള്ള റിസോഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്?
നാച്ചുറൽ റിസോഴ്സ് എന്നുമാണ്. കണ്ടിന്യൂ ചെയ്തോട്ടാ. Okay. So the natural resources are the components of atmosphere, hydrosphere, and lithosphere. അപ്പോ ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ 3 ലെയറിൽ പെട്ടതാണ്. നമ്മുടെ എർത്തിന്റെ ലെയേഴ്സ് ആണ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. ഈ 3 ലെയറിലും ഉള്ള റിസോഴ്സസുകളാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ലെയേഴ്സ് ഓഫ് എർത്ത് ഒന്ന് നോക്കിയാലോ. Okay. അത് ഏതാണ് ഒന്ന് ജസ്റ്റ് നോക്കട്ടാ. എന്റെ ഇമേജ് കിട്ടുന്നില്ലടാ. നമ്മളെ ഈ പറഞ്ഞായിട്ട് കിട്ടുന്നില്ല. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ഇല്ല. ആ ഇമേജസ് ഇല്ല. വിചാരിച്ചാൽ മതി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ലെയേഴ്സ് ആണ് സോറി എർത്തിന്റെ ലെയേഴ്സ് ആണ് എന്തൊക്കെയാ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ലെയേഴ്സുകൾ എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ബാക്കി വായിച്ചോട്ടോ. Based on the affluence and availability, natural resources are divided into 2 sections. They are renewable and non-renewable resources. ഓക്കെ, നമ്മുടെ കൈവശമുള്ള റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിന്യൂവബിൾ റിസോഴ്സിനും നോൺ റിന്യൂവബിൾ റിസോഴ്സിനും. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് നമ്മൾ ഉപയോഗിക്കും തോറും അത് എന്ത് ചെയ്യണം, വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സിനെയാണ് നമ്മൾ എന്താ പറയണേ, റിന്യൂവബിൾ റിസോഴ്സ്. ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ. നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തീർന്നു പോകുന്നില്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആവുന്നില്ല, പക്ഷെ തീർന്നു പോകുന്നില്ല. നോൺ റിന്യൂവബിൾ റിസോഴ്സ് അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫോസിൽ ഫ്യൂവൽസ്. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്? ഈ ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ എന്താണ്, ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഉപയോഗിക്കും തോറും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓർ മെറ്റൽസ്, നമ്മൾ അയൺ ഓർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ ഗോൾഡ്, അതൊക്കെ എന്താണ്, നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഭൂമിയിലെ ഡെപ്പോസിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 2 റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സും രണ്ടാമത്തെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, റീസ്റ്റോർ ചെയ്യുന്നില്ല. വായിക്കാലെടുത്തത് വായിച്ചു. Human interaction with the resources. എടാ അല്ലടാ മോൻ, ഇത്രയും മതിയോ? ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടോ. ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്. Sustainable management of renewable resources. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്യണം, നമുക്കിപ്പോ റിന്യൂവബിൾ റിസോഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഒരുപാട് എന്ത് ചെയ്യരുത്, അലസ്യമായിട്ട് യൂസ് ചെയ്യരുത്. ചില വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറഞ്ഞിട്ടുള്ള നമ്മള് കറക്റ്റ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഈ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരം എന്നാണ് സസ്റ്റൈനബിൾ എന്നുള്ള മീനിങ്ങിന്റെ അർത്ഥം വരുന്നത്. നിങ്ങൾ വായിച്ചോട്ടെ. The primary concern in the sustainable management of renewable resources is to secure that the rate at which it is begun, replenished or regenerated. This means that water should not be withdrawn from wells at a faster rate than the rate at which rainwater is replenishing
underground storage system. ഓക്കെ, നമ്മള് നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീപ്ലെനിഷ്ഡ്, വീണ്ടും നിറച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് വാട്ടർ നോട്ട് be withdrawn from the well at faster than the rate which rainwater is replenished underground storage stream. നമ്മളിപ്പോ പറയുമ്പോൾ കിണറ്റിൽ നിൽക്കുന്ന ഈ വെള്ളം മൊത്തം നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, റീസ്റ്റോർ ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. ഇൻ ദ സെയിം വേ the number of trees cut down should not outstrip the number of new trees planted. അത് തന്നെയാ പറയണേ. കാരണം എന്താണ്, നമ്മളിപ്പോ കിണറ്റിന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് അവർ പറയുന്നത്, നമ്മൾ കിണറ്റിന്ന് ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അത് റെയിൻ വാട്ടർ വന്ന് ഫിൽ ചെയ്യുമെന്ന് പറയുന്നത് അത്രയും കറക്റ്റ് അല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് മരങ്ങളൊക്കെ നമ്മള് പ്രകൃതിനോട് ഒരുപാട് മരങ്ങളൊക്കെ വേണ്ടി നശിപ്പിച്ചിട്ട് ഒരുപാട് മരങ്ങൾ പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാലും അത് അത്രയും നല്ലൊരു എന്താ പറയുന്ന കാര്യമല്ല. നമ്മളിപ്പോ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകളാണ്. നമ്മൾ മാക്സിമം ഈ റിന്യൂവബിൾ റിസോഴ്സും അത്ര കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോ പറയും ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ ആണ്. സോ നമുക്ക് എന്തോരം വേണമെങ്കിലും നമുക്ക് എന്താണ് ലാവിഷായിട്ട് വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മുടെ കയ്യിലുള്ള ശുദ്ധജലത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ശുദ്ധജലത്തിന്റെ എമൗണ്ട് എങ്ങനെയാണ്, വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ശുദ്ധജലം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ശുദ്ധജലം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഇപ്പൊ എവിടെയാവട്ടെ, നമ്മുടെ വീട്ടിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ, സ്കൂളുകളിലാവട്ടെ, നല്ല പ്യുവർ വാട്ടർ ആണെങ്കിൽ ഒരു കാരണവശാലും അത് പാഴാക്കാനായിട്ട് പാടില്ല. കാരണം ഒരുപാട് സ്ഥലത്ത് നമുക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ശുദ്ധജലം കിട്ടാതെ മരണം വരെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വേറെ എവിടെയും പോകണ്ട, തമിഴ്നാട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മള് അവിടുത്തെ ഒരു അവസ്ഥ നോക്കിയാൽ മതി. അവർക്ക് കൃഷിയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തോരം ആൾക്കാരാണ് വെള്ളം കിട്ടാണ്ട് അവിടെ കുറെ കഷ്ടപ്പെടണമെന്ന് അറിയാവോ. അവർക്കൊക്കെ കൂടുതലായിട്ടും വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ചില സ്ഥലങ്ങളിലേക്കൊക്കെ വാട്ടർ എത്തുന്നത്, വെള്ളം എത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, റിന്യൂവബിൾ റിസോഴ്സ് ആണെന്ന് പറഞ്ഞത് പാഴാക്കാനായിട്ട് പാടില്ല. നമ്മളത് മാക്സിമം എന്ത് ചെയ്യാം, അത് സൂക്ഷിച്ചു വെക്കാൻ തന്നെ ശ്രമിക്കാം. അതേപോലെ നമ്മളിപ്പോ ഒരു മരം നമ്മൾ കട്ട് ചെയ്യാന്ന് വിചാരിക്കുക, അതിനനുസരിച്ച് ഒരുപാട് മരങ്ങൾ വെച്ച് നടാ എന്നല്ല. നമ്മള് എന്ത് ചെയ്യാ, ഒരുപാട് മരങ്ങൾ വെട്ടിട്ട് ഒരുപാട് മരങ്ങൾ നടാന്നുള്ള പോളിസി അല്ല. നമ്മൾ എങ്ങാനും ഒരു കാരണവശാലും ഒരു മരം വെട്ടിക്കഴിഞ്ഞാല് അതിനനുസരിച്ച് ഒരുപാട് മരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, വെച്ച് നടാം. ആദ്യം നമ്മളൊക്കെ മരം നടുന്നത് എന്താണ്, ജൂൺ 5-ാം തീയതിയാണ് അല്ലെ, പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മാത്രമാണ് നമ്മളൊക്കെ ഒരു ചെടിയെങ്കിലും നടുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും എപ്പോഴെങ്കിലും മരമൊക്കെ നടാറുണ്ടാവും നമ്മുടെ കൂട്ടത്തില്? എനിക്ക് തോന്നുന്നു ടീച്ചർമാരായതുകൊണ്ടാണ് ഞങ്ങൾ ജൂൺ 5-ാം തീയതി മരങ്ങളൊക്കെ നടുന്നത്. നിങ്ങൾ ആരും നടുന്നുണ്ടാവില്ല അല്ലെ? ജൂൺ 5-ന് എല്ലാ വർഷവും നടാറുണ്ട്, അല്ലാതെ വേറെ ഇല്ല. അങ്ങനെയെങ്കിലും ഒരു മരം നടുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു ദിവസം മാത്രല്ലേ മരം നടുന്നത്? അങ്ങനെയാണോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ലോകത്തില് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേൾഡില് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടൊരു പ്ലേസ് ആണ് എർത്ത് എന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആര് നമുക്ക് തരുന്നുണ്ട്? ഭൂമി നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചെന്താ കൊടുക്കുന്നത്? ഈ മരങ്ങള് നമ്മൾ നിസ്സാരെന്ന് വിചാരിക്കും, ഈ ചെടികളും മരങ്ങളൊക്കെ. ഈ മരങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടും. ഈ ഓക്സിജൻ അല്ലേ ജീവന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് പറയുന്നത്, ഘടകം എന്ന് പറയുന്നത്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയുടെ പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. കാരണം എന്താണ്, നമ്മുടെ ഈ ഭൂമിയിൽ മാത്രം എന്തുള്ളൂ, ഓക്സിജൻ ഉള്ളൂ. നമ്മൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ തരുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, പ്ലാന്റ്സുകൾ വെച്ച് നടാം. ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ മാത്രം ചെടികൾ നടും എന്നൊന്നുമല്ല.
നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുറ്റും ഒക്കെ എന്ത് ചെയ്യാം, മരങ്ങളൊക്കെ വെച്ച് നടാം. കാരണം നല്ലതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഞങ്ങള് എന്റെയൊക്കെ ഞാനൊക്കെ പഠിച്ച സ്കൂളില് അതിന്റെ ഫ്രണ്ടില് ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പൊ അവിടെ നിൽക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം നല്ല തണലാണ്, നമുക്ക് ഫ്രഷ് ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതേ സമയത്ത് ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര മരങ്ങളെല്ലാം വെട്ടി അത്യാവശ്യം എന്താ പറയാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളും ടൈലൊക്കെ ഇട്ട് മണലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ടൈലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര സെറ്റപ്പ് ആക്കിയിരിക്കാം. പക്ഷെ ആ ഒരു ഫീൽ നമുക്ക് അവിടെ മിസ്സാവുകയാണ്. കാരണം മുമ്പ് നല്ല മരങ്ങളും അതേപോലെ നല്ല കാറ്റും നല്ല തണലും ഒക്കെ ആയിരുന്നു അവിടെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് വെയിലും അതേപോലത്തെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മള് മരങ്ങള് എന്ത് ചെയ്യുമ്പോ മുറിക്കുമ്പോ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വരുന്നുണ്ട്. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങള് നമ്മ പറഞ്ഞു. എന്താണ്, നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് മെയിൻ സോഴ്സ് മരങ്ങളാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു സോഴ്സ് ഈ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഏതാണ്, ഈ മരങ്ങൾ തന്നെയാണ്, അല്ലെ? മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മഴവെള്ളങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക. അതേപോലെ വെള്ളം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എന്താണ്, വാട്ടർ എങ്ങനെയാണ് ചെറുപ്പത്തിലൊക്കെ പഠിക്കുമല്ലോ, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അത് നമ്മൾ ഫോളോ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒരു ടാപ്പ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടാപ്പ് തുറന്നെടുക്കാണ്, കുടിവെള്ളത്തിന്റെ ടാപ്പാണ്. അത് മാക്സിമം എങ്ങനെയോ നമുക്ക് അത് അടയ്ക്കാൻ പറ്റുമോ അത് നമ്മൾ എന്ത് ചെയ്യാം, അത് അടച്ചു വെക്കാനായിട്ട് നോക്കുക. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, എന്തോരം ആൾക്കാരാണ് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ വെള്ളം പാഴാക്കാൻ പാടില്ല. അത് നമ്മളുടെ കുട്ടികളോടും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക. ഈ നമുക്ക് റിന്യൂവബിൾ റിസോഴ്സ് ആണ് വാട്ടർ, അത് എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പാടില്ല. കാരണം എന്താണ്, കുടിവെള്ളം അല്ലെങ്കിൽ പ്യുവർ വാട്ടറിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അളവ് വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോട്ടോ. Sustainable management of non-renewable resources. The forces of non-renewable resources management differ from that of renewable resources management. The salient features of non-renewable resources is that they can be drained. The more we use, the less remains. The earth is basically a closed system. The amount of matter in the earth system is fixed. The existing solid earth resources are all that we have and probably all will ever have. We will ever have. ഓക്കേടാ. നോക്കി, നമ്മള് ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ മാനേജ്മെന്റ് കുറിച്ചാണ് പറയുന്നത്. അത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ എന്താണ്, നമ്മൾ ഈ പറഞ്ഞത് പാഴാക്കരുത്. നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് നമുക്ക് ഉപയോഗിക്കുക, അതേപോലെ നമുക്ക് ക്രിയേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാൻസ് ഒക്കെ കുറെ എന്ത് ചെയ്യുമ്പോ പ്ലാൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനായിട്ട് പറ്റും. പക്ഷെ നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. എർത്ത് ഇസ് ബേസിക്കലി ക്ലോസ്ഡ് സിസ്റ്റം. എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഉണ്ടല്ലോ, ക്രൂഡ് ഓയിലൊക്കെ എങ്ങനെയാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കും തോറും അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് ആവുകയാണ്, അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഒന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്ത റിസോഴ്സ് നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി വെക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസോഴ്സസുകൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് മുമ്പ് കണ്ടുവന്നിരുന്നത് എന്തായിരുന്നു, പെട്രോൾ, ഡീസൽ അങ്ങനത്തെ കാറുകളായിരുന്നു നമ്മൾ മുമ്പ് കണ്ടുവന്നിരുന്നത്. അപ്പൊ അതൊക്കെ റീപ്ലേസ്, അതേപോലെ ബൈക്കുകളാണെങ്കിലും പെട്രോളിന്റെ ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ കൂടുതലായിട്ട് കാണുന്ന ഏത് ടൈപ്പ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്, Electric വെഹിക്കിൾസ് യൂസ് ചെയ്യാനായിട്ട് പറയാൻ കാരണം എന്താണ്, ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്ത് റിസോഴ്സ് ആണ്, water resource.
അല്ലടാ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. എന്താണ്? റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമുക്കത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ വാട്ടർ യൂസ് ചെയ്തിട്ടാവട്ടെ, ഹൈഡ്രോ ആവട്ടെ, വിൻഡ് ആവട്ടെ, അല്ലെങ്കിൽ സോളാർ ആവട്ടെ, നമുക്ക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? റിന്യൂവബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽസ് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഭാവിയിലേക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ അയൺ ഒക്കെ ഇല്ലേ, ഇരുമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീയൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ഐറ്റംസ് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അയണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പഴയ ഇരുമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അത് റീയൂസ് ചെയ്യാണ്. കാരണം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐറ്റംസ്. അത് നമ്മൾ റീയൂസ് ചെയ്യാണ്. വീണ്ടും അത് എന്ത് ചെയ്ത് ഉരുക്കി വേറെ എക്യുപ്മെന്റ്സ് ഒക്കെ ആക്കി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റീയൂസ് ചെയ്യാണ്. കാരണം ഈ നമ്മുടെ ഭൂമിയിലുള്ള ഈ ഐറ്റംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നമ്മള് ഗോൾഡും എന്താണ്? ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഈ ഗോൾഡിന്റെ പൈസയൊക്കെ ഇങ്ങനെ കൂടാൻ കാരണം എന്താണ്? ഭൂമിയില ഒരു 80% സ്വർണവും നമ്മൾ എന്ത് ചെയ്തു? ഖനനം ചെയ്തെടുത്തു, അല്ലെങ്കിൽ നമ്മള് മനുഷ്യർ എന്ത് ചെയ്തു? കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി ഇല്ല അവിടെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഗോൾഡിനൊക്കെ പൈസ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതാരാ വായിക്കണേ പൊല്യൂഷനെ കുറിച്ച്? ഞാൻ വായിക്കാം. ഓക്കെ, റിനീഷ വായിച്ചോട്ടാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വായിക്കാം. Environment pollution. Environment pollution means wreaking the environment in such a manner that it is unable to play its role properly. A blended environment is not going to maintain, nourish, and sustain humanity. Environment pollution is air pollution, land pollution, sound pollution, and radiation pollution. ഓക്കെ, എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ നമ്മളുടെ എർത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ എർത്തിന് ദോഷം വരുത്തുന്ന രീതിയിലുള്ള എന്താണ് പ്രോബ്ലംസ്, അത് അല്ലെങ്കിൽ ദോഷം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ കാരണക്കാരാണ് നമ്മളാണ്. ഹ്യൂമൻ ബീങ്സ് അല്ലേ? അതെ, നമ്മളാണ് മെയിൻ ആയിട്ടുള്ള കാരണക്കാർ. അപ്പൊ ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്? എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. അപ്പൊ എയർ പൊല്യൂഷൻ വായിച്ചോടാം. മോനില്ലേ, വായിക്കുമ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോക്കോട്ടെ ടാ. ജസ്റ്റ് വേർഡുകളാണ്, അറിയാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ. Air pollution may be defined as the happening in air of any foreign material or gas which is risky to man, vegetation, animals, or buildings. Thus, the contamination of air with dust, smoke, and harmful gases may be considered as air pollution. Air pollution എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ മെറ്റീരിയൽസ് മനുഷ്യരാശിക്ക്, അതുപോലെ ആനിമൽസിന്, ബിൽഡിങ്സിന്, ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, പൊടി, ഡസ്റ്റും, അതുപോലെ സ്മോക്ക്, പുകയും, ഹാംഫുൾ ഗ്യാസസും, ഇതെല്ലാം തന്നെ എയർ പൊല്യൂഷനിൽ പെടും. കറക്റ്റ് ആണോന്ന് അറിയില്ല, ബാക്കി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. എയർ പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? എയറിലേക്ക് ഫോറിൻ മെറ്റീരിയൽസോ മറ്റ് എന്താണ് മലിനമായിട്ടുള്ള ഗ്യാസുകളോ വരുമ്പോൾ അത് നമ്മുടെ മനുഷ്യരാശി, കറക്റ്റാണ്, മനുഷ്യരും അതേപോലെ വെജിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രകൃതിയിലുള്ള ഈ സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും എല്ലാം എന്താണ്? അത് ഹാംഫുൾ ആണ്. അപ്പൊ അത് കാരണം അവർക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ എയറിലേക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ,
അണുക്കൾ, കണ്ടാമിനേഷൻ, ഡസ്റ്റ്, അതേപോലെ സ്മോക്ക്, ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് എയറിലേക്ക് എന്ത് ചെയ്യണം, മിക്സ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ആസ്മ, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മള് സാധാരണ മനുഷ്യർ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഈ ഒരു എയർ പൊല്യൂഷൻ മാത്രം കൊണ്ട്. അപ്പൊ എന്തെല്ലാം കാരണം കൊണ്ടാണ് എയർ പൊല്യൂഷൻ വരുന്നതെന്ന് വായിച്ചോട്ടെ. കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയുന്ന ഒരു ഇമേജ് ആണ്. ഒരു റോഡിലൂടെ ഒരു 30 ബൈക്കിന് ആൾക്കാര്, ടൂ വീലറിന് എന്ത് ചെയ്യണ, ജോലി സ്ഥലത്തേക്ക് പോവാണ് ഒരു റോഡിൽ കൂടെ. അപ്പൊ അതും ആ ഒരു ഇമേജ് മനസ്സിൽ വെക്കുക. അതേപോലെ ആ 30 പേര് ഒരു കോമൺ ട്രാൻസ്പോർട്ടേഷൻ, ഒരു ബസ്സിൽ 30 പേര് ഒരുമിച്ച് പോവാണ്. ഏതാണ് നല്ലത്? ആദിബ, ഈ ചാപ്റ്റർ ഏതാന്നൊന്ന് പറയാമോ? ഞാൻ കുറെ നേരമായിട്ട് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ യൂണിറ്റ് 10, മാനർ എൻവയോൺമെന്റ്, 186 പേജ്. ഓക്കെ, ഞാൻ തപ്പട്ടെ. ഓക്കേടാ. ഞാൻ പറഞ്ഞതിൽ ഏതാണ് നല്ലത്? എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത്. കാരണം എന്താണ്? അപ്പൊ അത്രയും പൊല്യൂഷൻ കുറവായിരിക്കും എയറിലേക്ക് വരുന്നത്, അല്ലേ? കാരണം ഒരു 30 വണ്ടിയിൽ ആൾക്കാര് പോകുമ്പോ അത്രയും വണ്ടിയിലുള്ള പുകകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാണ്. അതിനേക്കാളും എത്രയും ലാഭം എന്താണ്? ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും പേര് ട്രാവൽ ചെയ്യുന്നത്. ഇനി അടുത്തത് വായിച്ചു കേട്ടോ. ആരാ വായിച്ചോണ്ടിരുന്നേ? ഇൻഡസ്ട്രീസ് ഒരുപാട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള പുകകൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാൻ മുമ്പ് പഠിക്കാൻ പോരുന്ന സമയത്ത് കരൂർ ഭാഗത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഏലൂർ ഭാഗം വഴിയാണ്. അപ്പൊ അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ കാറ്റിനൊക്കെ ഭയങ്കര ഒരു സ്മെല്ലാണ്. ഇരുമ്പിന്റെയും അങ്ങനെ കെമിക്കൽസിന്റെ ഒക്കെ സ്മെല്ലാണ്. അപ്പൊ ഇൻഡസ്ട്രീസ് കൂടുതലുള്ള ഭാഗത്ത് എയർ പൊല്യൂഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ആ ഭാഗത്തേക്ക് കൂടെ വരാണെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും, ചുമ, പനി, അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഏരിയയുടെ പ്രശ്നമാണത്. ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കും. കാരണം അവിടെ ഭയങ്കരമായിട്ട് എന്താണ് പൊല്യൂട്ടഡ് ആണ് അവിടുത്തെ എയർ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറയാം, അടുത്തത് പറഞ്ഞോടാ. ഫ്യൂവൽ. നമ്മളിപ്പോ ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് കത്തുമ്പോ എന്ത് വരുന്നുണ്ട്? അതിൽ നിന്ന് പുക വരുന്നുണ്ട്. അപ്പൊ അതെന്തിന് കാരണമാകുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അടുത്തത് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് എന്ന് വെച്ചാൽ കീടനാശിനികളുടെ ഉപയോഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻഡോസൾഫാൻ അല്ലേ? അതെ, എൻഡോസൾഫാന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതൊരു മൂന്നാർ ഭാഗത്തൊക്കെ അവിടെ എന്തോ കാസർഗോഡേക്ക് മാറിപ്പോയതല്ല. ഓക്കെ, എൻഡോസൾഫാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇൻഡോസൾഫാന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അവിടെ അങ്ങനെ ഫേസ് ചെയ്യുന്നില്ലേ? എന്നിട്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ആരും വിവാഹം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങളൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഈ ഒരുപാട് കീടനാശിനികൾ യൂസ് ചെയ്യുമ്പോ അന്ന് അവരെന്താ ചെയ്തതെന്ന് അറിയാവോ? ഈ എൻഡോസൾഫാൻ പ്രശ്നം വന്ന സ്ഥലത്ത് എന്ന് വെച്ചാല് അവരെന്ത് ചെയ്തു? ഈ കീടനാശിനികള് ഹെലികോപ്റ്ററോ അങ്ങനെ എന്തോ വെച്ച് അവരെന്ത് ചെയ്തു? ആ ഒരു മൊത്തം തോട്ടത്തിലും തെളിച്ചു.
അപ്പൊ അത് ശ്വസിച്ചിരുന്ന അതെന്താണ് എയറിലൂടെ സ്പ്രെഡായി. അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ഇത് തന്നെയായിരുന്നു ഒരുപാട് നാളായിട്ട് എന്ത് ചെയ്തിരുന്നത്, ശ്വസിച്ചിരുന്നത്. അതുവഴി അവർക്ക് ഒരുപാട് ജനറ്റിക്കലായിട്ട് ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്തു, വരാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് Deforestation. ഓക്കെ. ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, വനനശീകരണം. നമ്മള് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്, അവിടെ വീണ്ടും എയർ പൊല്യൂഷൻ വരാണ്. കാരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, Lack of proper disposal of garbage. ഗാർബേജ് എന്ന് വെച്ചാൽ അറിയാലോ, മാലിന്യങ്ങൾ. നമ്മൾ പ്രോപ്പർ ആയിട്ട് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സംസ്കരിക്കാതെ വരുമ്പോ എന്ത് വരുന്നുണ്ട്, എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. കാരണം എയർ പൊല്യൂഷൻ വരുന്നു, ഒരുപാട് അസുഖങ്ങൾ എയർ വഴി സ്പ്രെഡ് ആവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് വരുന്നുണ്ട്, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കി. എന്തൊക്കെ കോൺസിക്വൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന്. Consequences of air pollution. Effects of climate. അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അനന്തര ഫലങ്ങൾ എന്തെല്ലാം, എയർ പൊല്യൂഷൻ കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കട്ടെ. Effects of climate. എന്താണ്, നമ്മുടെ കാലാവസ്ഥയില് വ്യതിയാനം സംഭവിക്കുന്നു. അടുത്തത് Effects on visibility. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടാ. നമ്മള് ഡൽഹിയില് നമ്മുടെ എന്താണ് നമ്മുടെ ഡൽഹിയില് ദീപാവലി കഴിഞ്ഞില്ലേ. ദീപാവലി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ദീപാവലി കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് ഡൽഹിയിലെ എയർ ഫുള്ളും മിസ്റ്റ് ആയിരിക്കും. ഭയങ്കരമായിട്ട് എന്താണ്, മിസ്റ്റ് പോലെ ആയിരിക്കും. തൊട്ടടുത്തുള്ളത് പോലും എന്താവില്ല, വിസിബിൾ ആയിരിക്കില്ല. ഓൾറെഡി അവിടെ ക്ലൈമറ്റ് ആ സമയത്ത് എന്താണ്, മഞ്ഞൊക്കെയാണ്. അപ്പൊ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ദീപാവലിയുടെ സമയത്ത് ആൾക്കാർ ഒരുപാട് ഈ പടക്കവും അങ്ങനെയൊക്കെ പൊട്ടിച്ച് ആ ഒരു മലിനമായിട്ടുള്ള പുകകളും കൂടി ഇങ്ങോട്ട് വരണം ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വരാണ്. അപ്പൊ അവിടെ എന്താണ് വിസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ട്രാഫിക് ഒക്കെ ജാം വരും. അതേപോലെ ഒരുപാട് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും, മൂടൽമഞ്ഞ് കാരണം അല്ലെങ്കിൽ ഡൽഹിയിൽ എയർ പൊല്യൂഷൻ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഡൽഹിയിൽ ഇത്രയും 15 വർഷത്തില് കൂടുതലുള്ള വാഹനങ്ങള് നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂളുകളൊക്കെ വന്നത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ റൂളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പത്രമൊക്കെ വായിക്കണം. എന്റെ ദൈവം, എന്റെ പിള്ളേർക്ക് ഒരു ഇതില്ലേ. അപ്പൊ അതൊക്കെ എന്തിനാ വേണ്ടിയിട്ടാണ്, ഈ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വിസിബിലിറ്റിയുടെ പ്രശ്നം മെയിൻ ആയിട്ട് നമ്മുടെ അടുത്തുള്ളത് ഡൽഹിയിലാണ്. ഈ എയർ പൊല്യൂഷൻ കാരണം ഡൽഹിയിൽ ഒരുപാട് വിസിബിലിറ്റിയുടെ പ്രശ്നങ്ങളും ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കാറുണ്ട്. ഇനി അടുത്തത് Effect on agriculture. നമ്മുടെ കൃഷിയില് ഇതിന്റെ എഫക്റ്റ് വരാറുണ്ട് എയർ പൊല്യൂഷൻ കാരണം. എഫക്റ്റ് ഓൺ മനുഷ്യരിൽ വരാറുണ്ട്. മനുഷ്യരിൽ എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ കാരണം വരുന്നത്? ആസ്മ, അതേപോലെ അസുഖങ്ങള് അല്ലെ. വേറെ എന്തൊക്കെ അസുഖങ്ങൾ വരാം? അലർജി വരാറുണ്ട്. അലർജി പ്രശ്നങ്ങള്. ഓക്കെ. ഇനി എഫക്റ്റ് ഓൺ ഓസോൺ ലെയർ. നമ്മുടെ എയർ പൊല്യൂഷൻ കാരണം ഓസോൺ പാളിയിൽ എന്തുണ്ട്, വിള്ളലൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാഡ് എഫക്റ്റ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ. നമ്മുടെ സസ്യജാലങ്ങളിലും എന്ത് വരുന്നുണ്ട്, ഇതിന് എഫക്റ്റ് ആവുന്നുണ്ട്. എയർ പൊല്യൂഷൻ കാരണം ഒരുപാട് സസ്യജാലങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എവിടെ പുഴകളിലെയും കുളങ്ങളിലെയൊക്കെ വെള്ളത്തില് എന്ത് വരുന്നുണ്ട്, അവിടെ ജീവിക്കുന്ന ജീവികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവജാലങ്ങൾക്കും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഇത്രയും കാര്യങ്ങളാണ് ലാൻഡ് പൊല്യൂഷൻ എയർ പൊല്യൂഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഈ പുക അല്ലെങ്കിൽ പൊടി ഒക്കെ എന്താണ് നമുക്ക് എയർ പൊല്യൂഷൻ വളരെ വലിയൊരു എന്താ പറയാ ആപത്ത് അല്ലെങ്കിൽ ഒരു വിപത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ വിചാരിക്കുമ്പോൾ നമ്മുടെ സ്ഥലത്തൊന്നും എയർ പൊല്യൂഷൻ ഇല്ല, നമ്മളൊക്കെ ക്ലീൻ എയർ ആണ് ശ്വസിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. എന്നിരുന്നാൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ വച്ചല്ലേ പുറത്തു പോയിരുന്നത്, അല്ലെങ്കിൽ കൊറോണ കഴിഞ്ഞ സമയത്ത് 2 വർഷത്തോളം നമ്മൾ ഫുൾ ടൈം മാസ്ക് യൂസ് ചെയ്തിരുന്നു. ആ സമയത്ത് എങ്ങനെ നമുക്ക് ഈ ജലദോഷം, കഫക്കെട്ട് അല്ലെങ്കിൽ ആസ്മയുടെ പ്രശ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു? കുറവായിരുന്നില്ലേ? ഈ എയർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കുറവായിരുന്നില്ലേ? പക്ഷെ നമ്മൾ മാസ്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്ന അസുഖം എന്താണ്? ചുമ, അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? നമുക്ക് മാസ്ക് യൂസ് ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ കേൾക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കുന്ന ഈ എയർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മലിനപ്പെടാത്ത ശുദ്ധവായു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര ശുദ്ധമൊന്നല്ല, പൊല്യൂട്ടഡ് ആണ്. നമ്മള് സേഫ് ആയിട്ടിരിക്കുക. അതേപോലെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഇപ്പൊ എയർ പൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് പറയാം എന്ത് ചെയ്യാം, മാസ്ക് കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് വാൺ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഇനിയുള്ളത്? ലാൻഡ് പൊല്യൂഷനും സൗണ്ടും റേഡിയേഷനും. ഓക്കെ, ദീപ മോന് കിട്ടിയാണോ പോർഷൻ? കിട്ടി. ഒരു PDF-ന്റെ അടിയിൽ കയറി ഇരിക്കുമായിരുന്നു. ശരിയാണ്, എനിക്ക് ടെസ്റ്റിൽ അങ്ങനെ വന്നിരിക്കുന്നത് തോന്നുന്നുണ്ട്, കഴിഞ്ഞ ദിവസം അത് കണ്ടത്. ഓക്കെ കേട്ടാ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? എന്താണ് പിള്ളേരെ, സൈൻ ഔട്ട് ഒന്നില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ലീവ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, Miss. Thank you, ma'am.